ഓക്കെ, ഈ ഒരു ഐറ്റം നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കൗണ്ടിങ് ഫിഗേഴ്സ്, റീസണിങ്ങിൽ വരുന്ന കൗണ്ടിങ് ഫിഗേഴ്സ് എന്നൊരു ടോപ്പിക്കാണ്. ചില സമയത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പറയും. ചില സമയത്ത് എത്ര സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് ചോദിക്കും. നമുക്ക് ആക്ച്വലി അവിടെ ഇരുന്ന് ഓരോന്നും കുത്തിയിരുന്ന് എണ്ണീട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം പോകും. അപ്പം നമ്മൾ ആദ്യമേ നോക്കി വരുന്നത് ട്രയാങ്കിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ, റെക്റ്റാങ്കിൾ അതുപോലുള്ള ഇതിലോട്ട് പോകും. അപ്പോൾ ഇത് ട്രയാങ്കിളിൽ തന്നെ ആദ്യത്തെ മോഡലാണ്. ഇത് ഓരോരോ മോഡലുകളുണ്ട്. അപ്പോൾ ആ ഓരോരോ മോഡലുകളിലും ഓരോരോ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ബേസ് വേണം നമുക്ക്. ഓക്കെ, ഒരു ബേസ് ആയിട്ട് ഒരു ഭാഗം ഉണ്ടാകും. അതിലോട്ട് ആ, ഇതാണിപ്പോൾ ബേസ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ബേസ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിലോട്ട് ഒരു മൂന്നാല് ലൈനുകൾ വന്ന് വീഴുന്ന പോലെയായിരിക്കും ഈ ഒരു മോഡലിന്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു ലൈൻ ഇതിലോട്ട് വന്ന് വീഴുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഇതിലോട്ട് വന്ന് വീഴുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഇതിലോട്ട് വന്ന് വീഴുകയാണ്. ഇങ്ങനെ ഒരു ബേസിലോട്ട് ലൈനുകൾ വന്ന് വീഴുന്ന രീതിയിലാണ് എങ്കിൽ നമ്മൾ അതിനെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ ഈ ബേസിനെ ഇത് എത്ര കഷ്ണമാക്കി മുറിച്ചു എന്ന് നോക്കുക. ഒന്നാമത്തെ പാർട്ട്, ദെൻ രണ്ടാമത്തെ പാർട്ട്, ദെൻ മൂന്നാമത്തെ പാർട്ട്, ദെൻ നാലാമത്തെ പാർട്ട്, ഇങ്ങനെ 4 കഷ്ണമായിട്ട് ഇത് മുറിച്ചു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ ഇതെല്ലാം ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളെല്ലാം ഇട്ട് കൂട്ടിയാൽ മതി. അതായത് 1+2+3+4 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. 4 3 7, 7 3 10 ട്രയാങ്കിൾ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇതെങ്ങനെ വന്നു കഴിഞ്ഞാലും 1 2 3 4 5 അങ്ങനെയല്ലേ പോകുള്ളൂ. അതായത് എണ്ണൽ സംഖ്യകളുടെ തുക അല്ലേ, ആ ഒരു രീതിക്ക് വരും. അപ്പോൾ അവസാനം കിട്ടിയ നമ്പറിന്റെ കൂടെ 1 കൂട്ടി /2 എടുത്തു കഴിഞ്ഞാലും ആൻസർ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് എൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, n × n+1/2 എന്നറിയാം. അപ്പോൾ അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ്? ഇതേപോലെ ഓരോന്നും ഇങ്ങനെ കുത്തിയിരുന്ന് എണ്ണേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 4 ആയി കഴിഞ്ഞാൽ 5 എടുക്കുക, 4 × 5/2. അതേപോലെ 5 ആയി കഴിഞ്ഞാൽ 5 × 6/2. അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ മൊത്തം 10 ട്രയാങ്കിൾ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതായാലും 4 ട്രയാങ്കിളിൻ്റെ കേസ് ഓക്കെ. 4 ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത് ഈ ഒരു പോർഷൻ ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, ദെൻ മൂന്നാമത്തെ ട്രയാങ്കിൾ, ദെൻ നാലാമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ 4 ട്രയാങ്കിളായി. ഓക്കെ, വരച്ചത് കറക്റ്റ് ആയിട്ടില്ല, പക്ഷെ 4 ട്രയാങ്കിൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഓക്കെ, ഇവിടെ ഒരു 4 ട്രയാങ്കിൾ നിങ്ങൾ കണ്ടു. ഇനി അടുത്ത ട്രയാങ്കിളുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ട്രയാങ്കിളായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ട്രയാങ്കിൾ. ഇതൊരു ട്രയാങ്കിൾ ആണ്, അഞ്ചാമത്തെ ട്രയാങ്കിൾ അല്ലേ. ദെൻ ആറാമത്തെ ട്രയാങ്കിൾ. ആറാമത്തെ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിച്ചത് ഇവിടം തൊട്ട് ആ നടുക്കുള്ള വര മാറ്റിക്കഴിഞ്ഞാൽ, ഈ നടുക്കുള്ള വര മാറ്റിക്കഴിഞ്ഞാൽ ആറാമത്തെ ട്രയാങ്കിൾ. പിന്നെ വലിയ ട്രയാങ്കിൾ ഏഴാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ എട്ടാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ഒൻപതാമത്തെ ട്രയാങ്കിൾ. ആ നടുക്കുള്ള വര മാറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചുതരാം. ഒൻപതാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ അടുത്തത് പത്താമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ 10 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. അത് നമ്മൾ ഓരോന്നും ആ, എണ്ണി കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ആ ഒരു ടൈമിൽ. സോ ബെറ്റർ എത്ര ലൈനാണോ വന്ന് വീണിരിക്കുന്നത്, അപ്പോൾ ആ ലൈൻ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക.
ഉം. ഇനിയിപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഒരു ലൈൻ കൂടി വന്ന് വീണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യമേ എണ്ണുക, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എണ്ണുക, എത്ര പോർഷനായിട്ട് കട്ട് ചെയ്തെന്ന് നോക്കുക. 1, 2, 3, 4, 5. സോ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 5 × 6/2 15 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. 15 ട്രയാങ്കിൾ. ഓക്കെ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന വിധത്തിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തരാം. ഇപ്പം ഞാൻ ഇതിലൊരു ലൈൻ വരച്ചേ, ഇതിലൊരു ലൈൻ വരച്ചു, Then ഇവിടെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അതേ എന്ത് തന്നെയാണ് വരുന്നത്, കോൺസെപ്റ്റ് തന്നെ ഇവിടെ വരുന്നത്. പക്ഷെ ഒരു വ്യത്യാസം വരും. വ്യത്യാസം എന്താ വരുന്നത്? നമ്പർ ഓഫ് ബേസസ്. അതായത് ഇപ്പം ഈ ഒരു ബേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 1, 2, 3, 4. ആ നമ്മൾ ആദ്യം വരച്ച മോഡൽ. അപ്പം അതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? അതിനകത്ത് വന്നിട്ട് 4 × 5/2 10 ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച അതേ മോഡലായിട്ടല്ലേ ഈ ഒരു ഫിഗർ ഇവിടെ കിടക്കുന്നത്, ഈ ഒരു ഫിഗർ ഇവിടെ കിടക്കുന്നത് അല്ലേ? ഈ ഒരു ട്രയാങ്കിളിന്റെ പോർഷൻ കിടക്കുന്നത് ഇത് ബേസ് ആയിട്ട് വന്നു, ആ ബേസിലോട്ടൊരു ലൈനായിട്ട് വന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾ നമുക്കിപ്പോൾ പഠിച്ച മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഓക്കെ. ആ ലൈൻ പോയി, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ താഴെ ഒരു 10 ഉണ്ടായിരുന്നേ. ദെൻ ഇത് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1, 2, അതിലെത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 2 × 3/2, ഒരു 3 ട്രയാങ്കിൾ ഉണ്ടാവും. ദെൻ ഇത് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇത് ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെത്ര ഉണ്ടാവും? 1, 2, 1, 2, അവിടെ ഒരു 3 ട്രയാങ്കിൾ അല്ലേ? അപ്പം മൊത്തം 16 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. 16 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഒരു ബേസ് ഫിക്സഡ് ആയിട്ടുണ്ടാവും. ആ ബേസിലോട്ട് ലൈനുകൾ വരത്തക്ക രീതിയിൽ ഉള്ള ഫിഗർ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ നമുക്ക് വേറൊരു ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കാണാം അല്ലെ? ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ട്രയാങ്കിൾ വരച്ചു തരാം. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, മുകളിൽ താഴെയായിട്ട് 2 ട്രയാങ്കിൾ. ഓക്കെ. സപ്പോസ് ഇങ്ങനെയാണ് ഫിഗർ എന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഫിഗർ, വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വരച്ചേക്കാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ഫിഗർ എന്ന് വിചാരിക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതായത് നേരത്തെ ഒരു മോഡൽ പഠിച്ചില്ലേ, ഏകദേശം അതേ മോഡലായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഏതായാലും ആ മോഡൽ വെച്ചിട്ട് ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ട്രയാങ്കിൾ, ഒരു ബേസ് ഉണ്ട്, ആ ബേസിലോട്ട് ലൈനുകൾ വരുന്നൊക്കെ രീതിയിൽ നമുക്കിവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4. 4 ആകുമ്പോൾ 4 × 5/2 10 ട്രയാങ്കിൾ ഉണ്ടാവും. അതുപോലെ താഴത്തെ ഫിഗറും അത് തന്നെ കിടക്കുന്നത് അല്ലേ? താഴത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ, അതും ഒരു ബേസിലോട്ട് ലൈനുകൾ വന്ന രീതിയിൽ അവിടെയും 10 ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും മൊത്തം 20 ട്രയാങ്കിളെ കാണുള്ളൂ എന്ന് വിചാരിക്കും. തെറ്റാണ്. 20 ട്രയാങ്കിളെ ഉള്ളൂ എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റായി എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ലൈൻ ഇല്ലേ, സെൻറ്റർ ലൈനിനെ കണക്ട് ചെയ്ത്, ഓക്കെ ഒന്നുകൂടി വരയ്ക്കാം. സെൻറ്റർ ലൈനിനെ കണക്ട് ചെയ്തിട്ട് ലൈൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അത് മാഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. സെൻറ്റർ ലൈനിനെ കണക്ട് ചെയ്തിട്ട്, സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 2 ടിപ്പുകളില്ലേ, ഇപ്പോൾ വരച്ച ആ ടിപ്പില്ലേ, അതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് ലൈൻ ഉണ്ടാന്ന് നോക്കണം. കാരണം അങ്ങനെ ലൈൻ ഉണ്ടെങ്കിൽ ആൻസർ മാറാൻ ചാൻസ് ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഇത് തന്നെ വരയ്ക്കാം. ഏ ഇത് തന്നെ വേണ്ട, അല്ല നേരത്തെ അതേ ഫിഗർ ആക്കാം. ഓക്കെ, നേരത്തെ അതേ ഫിഗർ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നേരത്തെ അതേ ഫിഗറായി. ഇനി എന്താ ഞാൻ പറഞ്ഞ, ഈ സെൻട്രലിലെ ഈ ടിപ്പുകളെ കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആൻസർ മാറും. നമുക്ക് നേരത്തെ കിട്ടി 20 കിട്ടിയത്, 20 ആയിരിക്കത്തില്ല, 20-നേക്കാളും കൂടുതൽ ട്രയാങ്കിളുകൾ കാണും. ഓക്കെ, അതേതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പച്ച ലൈൻ നോക്കിക്കോണേ. ഈ ഒരു ട്രയാങ്കിള് നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല. അല്ലേ? ദെൻ ഈ ഒരു ട്രയാങ്കിള് നമ്മൾ എവിടെയും കൗണ്ട് ചെയ്തിട്ടില്ല, ഈ വലിയ ട്രയാങ്കിള്. അപ്പൊ അവിടെ രണ്ടായേ. അതേപോലെ തന്നെ ഇപ്പുറത്തും അവിടെയും രണ്ടായി, അവിടെയും രണ്ടായി. അപ്പൊ 4 ട്രയാങ്കിൾ കൂടി എക്സ്ട്രാ കാണും. മൊത്തം 24 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്നത്. 24 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ഈ ഒരു മോഡൽ, നേരത്തെ മോഡലിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണിത്. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.